മോർണിംഗ്. നമ്മളിന്ന് മാർജിനൽ കോസ്റ്റിങ്ങിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. എ കമ്പനി ഗിവ്സ് you the following information for the financial year. You are required to find out PV ratio കാണണം, ഫിക്സ്ഡ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം, പ്രോഫിറ്റ് ഓർ ലോസ് വേർ സെയിൽസ് ആർ റുപ്പീസ് 8,20,000. 8,20,000 സെയിൽ നടത്തുമ്പോൾ ഈ ബിസിനസ് സ്ഥാപനത്തിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കും. അതേപോലെ സെയിൽസ് റിക്വയർഡ് ടു ഏൺ പ്രോഫിറ്റ് 2,80,000. 2,80,000 പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എത്ര രൂപയുടെ സെയിൽ നടത്തണം? പിന്നെ തന്ന ഇൻഫർമേഷൻസിൽ ഫസ്റ്റ് 6 മന്തിൽ സെയിൽസ് 12,20,000 ആണ്. പിന്നെ വരുന്ന ലേറ്റർ 6 മന്ത്സിൽ 15,40,000 ആണ്. 15,40,000. അപ്പോൾ പിന്നെ ഫസ്റ്റിലത്തെ 6 മന്തിൽ 62,400 എന്തുണ്ട് പ്രോഫിറ്റ് ഉണ്ട്. അതായത് 12,20,000 രൂപയുടെ സെയിൽ നടത്തിയപ്പോൾ 62,400 രൂപ പ്രോഫിറ്റ് ഉണ്ട്. അതേപോലെ 15,40,000 രൂപയുടെ സെയിൽ നടത്തിയപ്പോൾ അവിടെ 1,58,400 എന്തുണ്ട് പ്രോഫിറ്റ് ഉണ്ട്. ഇത്രയും ഇൻഫർമേഷനാണ് തന്നത്. നമുക്ക് PV റേഷ്യോ കാണണം, ഫിക്സ്ഡ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം, 8,20,000 സെയിൽ ചെയ്തപ്പോൾ എത്രയാണ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കണം. 2,80,000 പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എത്ര രൂപയുടെ സെയിൽ നടത്തണം. ഇത്രയാണ് ക്വസ്റ്റിനകത്ത് കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ. ആദ്യം നമ്മൾ PV റേഷ്യോ കാണണം. PV റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം. ചേഞ്ചിങ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ചിങ് സെയിൽസ് ആണ്. നോക്കുക, ഇൻ ദിസ് പ്രോബ്ലം ഓർഡർ ടു ഫൈൻഡ് ഔട്ട് PV റേഷ്യോ നോ ഇൻഫർമേഷൻ ഓഫ് വേരിയബിൾ കോസ്റ്റ് തന്നിട്ടില്ല. 2 പീരീഡിലുള്ള എന്ത് മാത്രമേ തന്നിട്ടുള്ളൂ? പ്രോഫിറ്റും തന്നിട്ടുണ്ട്, ചേഞ്ചിങ് സെയിൽസും പ്രോഫിറ്റും തന്നിട്ടുണ്ട്, സെയിൽസും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ PV റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻസ് നിങ്ങൾക്കറിയാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ്. ഇപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ചേഞ്ചിങ് പ്രോഫിറ്റ് എത്രയാണ്? 1,50,000. 1,58,400 മൈനസ് 62,400. ഇതിൻ്റെ ചേഞ്ചസ്, ഈ രണ്ട് പ്രോഫിറ്റിൻ്റെയും ചേഞ്ചസ് കണ്ടുപിടിക്കും, ഡിഫറൻസ് കണ്ടുപിടിക്കും. അതേപോലെ ചേഞ്ചിങ് സെയിൽസ് അല്ലേ, 15,40,000 മൈനസ് 12,20,000. അതാണ് ചേഞ്ചസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നോക്കാം, 1,58,000 ചേഞ്ചിങ് പ്രോഫിറ്റാണ്. 1,50,400 മൈനസ് 62,400 ഡിവൈഡഡ് ബൈ 15,40,000 മൈനസ് 12,20,000. അത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 0.3 കിട്ടും. 0.3 കിട്ടും. സാധാരണ നമ്മൾ പെർസെൻറ്റേജിലാണ് പറയുക. അപ്പോൾ ഇതിനെ 100 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാം. അപ്പം 30% എന്ന് കിട്ടും. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ആവശ്യം 0.3 എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ PV റേഷ്യോ എത്രയാണെന്ന് ചോദിച്ചാൽ 30%. ഇനി നമുക്ക് എന്ത് കാണണം? ഫിക്സ്ഡ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഫിക്സ്ഡ് കോസ്റ്റാണ് രണ്ടാമത്തെ ക്വസ്റ്റിനകത്ത് പറയുന്നത്. ഫിക്സ്ഡ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഫിക്സ്ഡ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാണ്. കോൺട്രിബ്യൂഷൻ്റെ അന്ന് എന്ത് കുറച്ചാൽ മതി? പ്രോഫിറ്റ് കുറച്ചാൽ മതി. കോൺട്രിബ്യൂഷൻ പ്രോഫിറ്റ് കുറച്ചാലാണ് ഫിക്സ്ഡ് കോസ്റ്റ് കിട്ടുക. അപ്പോൾ ഇവിടെ കോൺട്രിബ്യൂഷൻ തന്നിട്ടില്ല. അപ്പോൾ കോൺട്രിബ്യൂഷൻ കാണാൻ നിങ്ങൾ ഇതിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. കോൺട്രിബ്യൂഷൻ കാണാൻ സെയിൽസ് ഇൻറ്റു PV റേഷ്യോ ആണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു സെയിൽസ് എടുത്താൽ മതി. ഇപ്പോൾ ഇവിടെയുള്ള സെയിൽസ് ഏതാ? ഈ സെയിൽസ് എടുക്കുക, 15,40,000 എന്നുള്ള സെയിൽസ് എടുക്കുക, ഇൻറ്റു PV റേഷ്യോ. അതാണ് കോൺട്രിബ്യൂഷൻ. ഇപ്പോൾ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ് കാണുക? കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു സെയിൽസ് ഇൻറ്റു PV റേഷ്യോ. അപ്പോൾ നിങ്ങൾക്ക് 15,40,000 ഇൻറ്റു PV റേഷ്യോ 0.30 ആണ്.
ആ എമൗണ്ട് കിട്ടും. അതിൻ്റെ അകത്ത് പ്രോഫിറ്റ് കുറക്കാം. പ്രോഫിറ്റ് എത്രയാണ്? 1,58,400. ഇനി നിങ്ങൾ സെയിൽസ് ഇതാണ് എടുക്കുന്നതെങ്കിൽ 12,20,000 ആണ് എടുക്കുന്നതെങ്കിൽ 62,400 എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കോൺട്രിബ്യൂഷൻ കോൺട്രിബ്യൂഷൻ കിട്ടും. അതിനകത്ത് എന്ത് കുറക്കാം? പ്രോഫിറ്റ് കുറക്കാം. അപ്പോൾ കോൺട്രിബ്യൂഷൻ്റെ അകത്ത് പ്രോഫിറ്റ് കുറച്ചാൽ നിങ്ങൾക്ക് 3,03,600 കിട്ടും. അതാണ് ഫിക്സ്ഡ് കോസ്റ്റ്. ഫിക്സ്ഡ് കോസ്റ്റ് എപ്പോഴും എന്തായിരിക്കും? എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും. ഏത് ലെവലുള്ള ആക്ടിവിറ്റീസ് ആണെങ്കിലും ഫസ്റ്റ് ലെവലും സെക്കൻഡ് ലെവൽ ആക്ടിവിറ്റീസും ഒക്കെ ഫിക്സ്ഡ് കോസ്റ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഫിക്സ്ഡ് കോസ്റ്റ് റിമൈൻ ഫിക്സ്ഡ് ഫോർ ദ 2 ലെവൽ ഓഫ് ആക്ടിവിറ്റി. നോക്കാം. ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഫിക്സ്ഡ് കോസ്റ്റ് കിട്ടി. പ്രോഫിറ്റ് ഓർ ലോസ് വേർ സെയിൽസ് ആർ ₹8,20,000. 8,20,000 രൂപയുടെ സെയിൽ നടന്നാൽ അവിടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കണം. കാണാൻ ആദ്യം നിങ്ങൾ എന്ത് കാണണം? കോൺട്രിബ്യൂഷൻസ് കാണണം. കോൺട്രിബ്യൂഷൻ കാണാൻ സെയിൽസ് ഇൻറ്റു PV റേഷ്യോ ആണ്. അപ്പോൾ സെയിൽസ് 8,20,000 ആണ് ഇൻറ്റു PV റേഷ്യോ 0.30 ആണ്. അപ്പോൾ നിങ്ങൾക്ക് 8,20,000 സെയിൽ നടത്തുമ്പോൾ എത്ര ഉണ്ടാവും? PV റേഷ്യോ 2,46,000 എന്തുണ്ടാവും? കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഈ കോൺട്രിബ്യൂഷൻ്റെ ആണ് ഫിക്സ്ഡ് കോസ്റ്റ് കുറച്ചാലാണ് എന്ത് കിട്ടുക? പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കിട്ടുക. അപ്പോൾ കോൺട്രിബ്യൂഷൻ 2,46,000. ഫിക്സ്ഡ് കോസ്റ്റ് എപ്പോഴും സെയിം ആയിരിക്കും. കഴിഞ്ഞ് നിങ്ങൾ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്? ഫിക്സ്ഡ് കോസ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ 3,03,600 കുറച്ചാൽ അവിടെ എന്തായിരിക്കും? ലോസ് ആയിരിക്കും. എപ്പോഴും ഓർമ്മിക്കുക, കോൺട്രിബ്യൂഷൻസിനേക്കാളും എന്തായിരിക്കണം? ചെറുതായിരിക്കണം എന്ത്? ഫിക്സ്ഡ് കോസ്റ്റ്. എന്നാൽ മാത്രമേ അവിടെ പ്രോഫിറ്റ് ഉണ്ടാവും. ഇവിടെ കോൺട്രിബ്യൂഷൻ 2,46,000 ആണ്. ഫിക്സ്ഡ് കോസ്റ്റ് 3,03,600 ആണ്. അപ്പോൾ അതും കണ്ടുപിടിച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് കാണേണ്ടത് സെയിൽസ് റിക്വയർഡ് ടു ഏൺ പ്രോഫിറ്റ് ഓഫ് ₹2,80,000 ആണ്. അതായത് 2,80,000 രൂപ പ്രോഫിറ്റ് കിട്ടാൻ എത്ര രൂപയുടെ സെയിൽ നടത്തണം? അതിനുള്ള ഇക്വേഷൻസ് ഓർമ്മിക്കുക. ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് ഡിസൈർഡ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ ആണ്. ഫിക്സ്ഡ് കോസ്റ്റിൻ്റെ കൂടെ നമുക്ക് എത്രയാണോ പ്രോഫിറ്റ് വേണ്ടത്, 2,80,000 ആണ് ക്വസ്റ്റിൻ്റെ തന്നത്. അപ്പോൾ 2,80,000 ആഡ് ചെയ്യാം. അതിനെ PV റേഷ്യോ കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് ഡിസൈർഡ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് കിട്ടും. എത്രയാണോ നമുക്ക് ഡിസൈർഡ് എമൗണ്ട് ഓഫ് സെയിൽസ് കിട്ടും. ഇങ്ങനെയാണ് 2,80,000 രൂപയുടെ പ്രോഫിറ്റ് കിട്ടാൻ എത്ര രൂപയുടെ സെയിൽ നടത്തണമെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഡിസൈർഡ് എമൗണ്ട് ഓഫ് സെയിൽ കാണാൻ ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് ഡിസൈർഡ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ. ഇവിടെ ഫിക്സ്ഡ് കോസ്റ്റ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്, 3,03,600 ആണ്. പ്ലസ് ഡിസൈർഡ് എമൗണ്ട് ഓഫ് നമുക്ക് എത്രയാണ് പ്രോഫിറ്റ് തന്നത്? പിന്നെ പ്രോഫിറ്റ് 2,80,000 ആണ്. 2,80,000 ആണ് നമുക്ക് പ്രോഫിറ്റ് വേണ്ടത്. അപ്പോൾ ഡിവൈഡഡ് ബൈ 0.30. അപ്പോൾ എത്ര രൂപയുടെ സെയിൽ നടത്തണം? 90,45,333. ഇതൊന്ന് റൗണ്ട് ഫിഗറാക്കിയതാണ്, ഇതാവശ്യമില്ല. 19,45,333 രൂപയുടെ സെയിൽ നടത്തിയാൽ നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടും? 2,80,000 രൂപേൻ്റെ പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.